ബാങ്കുകൾ ലോൺ നൽകാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ട്? അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ലോണിനായി ബാങ്കിനെ സമീപിക്കേണ്ടി വരുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ചിലരെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളാണ് ലോൺ നിഷേധിക്കപ്പെടുക, നൂലാമാലകളിൽ അകപ്പെടുക, കൊള്ളപ്പലിശയ്ക്ക് സ്വകാര്യ പണമിടപാടുകാരെ തേടി പോകേണ്ടി വരിക തുടങ്ങിയവ. എന്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു? ബാങ്ക് വായ്പകൾ എങ്ങനെ സുഗമമാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പറയുന്നത്. ഞാൻ ഹരിത, ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം. ഒരു അത്യാവശ്യത്തിന് സഹായിക്കാത്ത ബാങ്ക് എന്ന് പഴി പറഞ്ഞ് വിലയേറിയ വായ്പകൾ തേടി പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒട്ടേറെ പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നുറപ്പാണ്. കാരണം ചില മുന്നൊരുക്കങ്ങളും ചിട്ടയായ പ്രവർത്തനങ്ങളും കാരണം ലോൺ എന്ന നടപടി നമുക്ക് സുഗമമാക്കാവുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ സാമ്പത്തികമായ ഉന്നമനത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം പ്ലാനിംഗ് ആണ്. അതായത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ക്രമീകരിക്കാനുള്ള പ്രവൃത്തി. പല കാര്യങ്ങളും ഇത്തരം പ്ലാനിങ്ങിലൂടെ നമുക്ക് അനായാസം പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഒരു കാറ് വാങ്ങാനോ വീട് വയ്ക്കാനോ വിദ്യാഭ്യാസ വായ്പ എടുക്കാനോ തയ്യാറാകുന്ന പലരും ഒരു സുപ്രഭാതത്തിലല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏത് കാറ് വാങ്ങണമെന്ന് ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്ത് തീരുമാനിക്കുന്നവരാകും പലരും. അല്ലെങ്കിൽ 1-2 വർഷത്തിനകം ഒരു വീട് വാങ്ങാനോ വീട് വയ്ക്കാനോ പുതുക്കി പണിയാനോ മനസ്സിൽ പദ്ധതി ഇട്ടിട്ടുണ്ടാകും. ഇതിനായി പല കാര്യങ്ങളും മുൻകൂട്ടി അന്വേഷിക്കുമെങ്കിലും വായ്പാ സംബന്ധമായി പലരും അവസാന നിമിഷമാണ് തയ്യാറെടുപ്പ് നടത്തുക. ഒരു തരത്തിൽ പറഞ്ഞാൽ വിമാനയാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനോട് ഉപമിക്കാവുന്ന കാര്യമാണിത്. യാത്രാ ദിനത്തോടടുക്കും തോറും ടിക്കറ്റിന് വിലയേറുകയോ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഇത് കാരണം ദുർഘടമായതോ ചിലവേറിയതോ ആയ ബദൽ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരികയോ യാത്ര തന്നെ വേണ്ട എന്ന് വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുന്നു. ഒരു ലോണിനായി ബാങ്കിനെ സമീപിക്കുന്നതിന് മുൻപ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും അല്പം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഇതിനായുള്ള തയ്യാറെടുപ്പും നമുക്ക് വളരെ വേഗം ചെയ്യാനാകും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, വായ്പ എടുക്കുന്ന ആൾക്ക് അത് തിരിച്ചടയ്ക്കുവാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? തിരിച്ചടയ്ക്കുവാനുള്ള വരുമാനം രേഖാമൂലം ബാങ്കിനെ ധരിപ്പിക്കാൻ അപേക്ഷകന് സാധിക്കുമോ? സ്ഥിര വരുമാനമുള്ളവരൊഴികെ പലർക്കും ബുദ്ധിമുട്ടുളവാക്കുന്നത് രേഖകൾ ഹാജരാക്കുന്നതിലാണ്. മാസം 30,000-ഓ 40,000-ഓ ഒക്കെ വരുമാനമുണ്ടായിട്ടും ഇതിനായി രേഖകളൊന്നും കൈവശമില്ലാത്തതിനാൽ ലോൺ ലഭിക്കാതെ വരുന്നു. ബാങ്കുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പലപ്പോഴും അവരവരുടെ നയങ്ങൾക്കനുസരിച്ച് മാത്രമേ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാനാകൂ. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന മെക്കാനിക് അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കുന്ന ഡ്രൈവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഒരു പക്ഷേ അവരുടെ ജോലിക്ക് അനുസരിച്ച് ശമ്പള സർട്ടിഫിക്കറ്റോ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ മാസം 20,000-ഓ 40,000-ഓ ഒക്കെ ഇവർ സമ്പാദിക്കുന്നവരായിരിക്കാം. ഇവിടെ അല്പം പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ചെയ്തു നോക്കാം. വർഷം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതായത് വരുമാനം കാണിച്ച് ഇൻകം ടാക്സ് അടയ്ക്കുന്നു എന്ന വിവരം ധരിപ്പിച്ച് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്ന രേഖകൾ, ഒപ്പം അതിൻ്റെ അക്നോളജ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ നമ്മുടെ വരുമാനം തെളിയിക്കുന്ന രേഖകളായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 500-600 രൂപ മുതൽ 1000 രൂപയിൽ താഴെ ഇത്തരം ഫയലിംഗ് ചെയ്തു നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായി നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലും ഇത്തരം ഫയലിംഗ് ചെയ്യാവുന്നതാണ്. ഇതിനായി ടാക്സ് അടയ്ക്കണോ എന്ന് ചോദിച്ചാൽ 2.5 ലക്ഷം രൂപ വരെ വരുമാനമുണ്ടെങ്കിൽ നികുതി അടയ്ക്കേണ്ടതില്ല. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ എത്രയാണോ വരുമാനം അതിൻ്റെ 5% നികുതിയായി അടയ്ക്കേണ്ടി വരും. ഇതിൽ ടാക്സ് റിബേറ്റ് ഓപ്ഷനും ഉണ്ട്. ടാക്സ് അടയ്ക്കുക എന്ന നിയമപരമായ ഉത്തരവാദിത്വത്തോടൊപ്പം ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ടാക്സ് ഫയലിംഗ് ചെല്ലാൻ നമുക്ക് വരുമാനം തെളിയിക്കുന്ന രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. 2.5 ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനമെങ്കിൽ നികുതി അടയ്ക്കാതെ തന്നെ ടാക്സ് ഫയലിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും നിലവിലുണ്ട്. അവസാന 3 വർഷത്തെ ടാക്സ് ഫയലിംഗ് ചെയ്ത റിട്ടേൺ ഉണ്ടെങ്കിൽ ലോൺ എടുക്കാനുള്ള വലിയൊരു കടമ്പ തന്നെ കടന്നു കിട്ടുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാക്സ് ഫയലിംഗ് ചെയ്യാനായി നമ്മൾ കാണിക്കുന്ന വരുമാനം സാധൂകരിക്കാനാകുന്നതും യാഥാർത്ഥ്യബോധമുള്ളതുമാകണം എന്നതാണ് പ്രധാനം. ഇത് മനസ്സിലാക്കാൻ ബാങ്കുകൾക്ക് കഴിയില്ല എന്ന ധാരണ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ഇനി വരുമാനം കഴിവതും ബാങ്ക് അക്കൗണ്ടിൽ കൂടി വാങ്ങുന്നത് ലോൺ വേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഗുണം ചെയ്യുന്നു.
ഇനി സ്ഥിര വരുമാനം ഇല്ലാത്തവരോ ദിവസവേതനക്കാരോ ആണെങ്കിലും വരുമാനം കഴിവതും അക്കൗണ്ടിൽ കൂടി ഉപയോഗിക്കുന്നത് ലോൺ വേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ സഹായകരമാകും. ഇനി വരുമാനവും തിരിച്ചടയ്ക്കുവാനുള്ള ശേഷിയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. കാരണം വരുമാനത്തേക്കാൾ ഏറെ പ്രധാനമാണ് ചിലവുകൾ. വരുമാനത്തേക്കാൾ ഏറെ ചിലവുകൾ ഉള്ള ഒരാൾക്ക് ഒരു ലോൺ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വായ്പ എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചിട്ടിക്കോ സ്ഥിര നിക്ഷേപങ്ങൾക്കായോ മാറ്റിവെച്ച ശേഷം ബാക്കി തുകയിൽ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ബാങ്കിന് നമ്മൾക്ക് വായ്പ നൽകാൻ പ്രിയമേറുന്നു. ഉദാഹരണമായി, കൂലിവേല ചെയ്യുന്ന ഒരാൾ മാസം സമ്പാദിക്കുന്ന 20,000 രൂപയിൽ നിന്നും 4,000 രൂപ വെച്ച് കഴിഞ്ഞ 3 വർഷങ്ങളായി മാസാമാസം റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ മാസം 4,000 രൂപ വരെ തിരിച്ചടവുള്ള വായ്പകൾ നിങ്ങൾക്ക് നൽകാൻ ബാങ്കിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല. എന്നാൽ പലപ്പോഴും ബാങ്കിനെ സമീപിക്കുമ്പോൾ അവരുടെ കയ്യിൽ സമ്പാദ്യമോ നീക്കിയിരിപ്പോ ഒന്നും ഉണ്ടാകാറില്ല. 10-15 വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ ഒന്നും സമ്പാദിച്ചിട്ടില്ല എങ്കിൽ, നീക്കിയിരിപ്പായി ഒന്നും കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് ഒരുപക്ഷെ തൃപ്തികരമായ ഒരു ന്യായീകരണം നിങ്ങൾ നൽകേണ്ടി വന്നേക്കാം. ഇതോടൊപ്പം നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, നമ്മുടെ വരുമാനത്തിൻ്റെ 40% ചിലവുകൾക്കായി മാറ്റിയ ശേഷം മറ്റ് ലോൺ അടവോ ഡിഡക്ഷൻസോ കഴിച്ചുള്ള തുകയാണ് നമുക്ക് പരമാവധി മാസയടവായി ബാങ്കുകൾക്ക് അനുവദിക്കാൻ സാധിക്കുക. ഇവിടെയും ഇത്തരം നിയന്ത്രണങ്ങൾ പാലിക്കാതെയോ വരുമാനം കണക്കിലെടുക്കാതെയോ ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വായ്പകൾ നൽകുമ്പോൾ ആ വായ്പകൾ നമ്മളെ കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന യാഥാർത്ഥ്യം വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളോ മുൻനിര സ്വകാര്യ സ്ഥാപനങ്ങളോ നിരസിച്ച വായ്പകൾ വളരെ കൂടിയ പലിശ നിരക്കിൽ നൽകുന്ന ചുരുക്കം ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ഒടുവിൽ ആ വായ്പ എടുത്ത ആൾക്ക് ആസ്തികൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് സാരം. പൊതുമേഖലാ ബാങ്കുകളോട് വായ്പ നൽകാത്തതിൽ കലഹിച്ചു പോകുന്ന ഇത്തരക്കാർ അഭിമാന ഭയത്താൽ പറ്റിയ അമളി പുറത്തു പറയാത്തത് കൂടുതൽ പേരെ ഇത്തരം അബദ്ധത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇനി ലോൺ എടുക്കാനുള്ള യോഗ്യത ഒരാൾക്ക് മാത്രമല്ല, 1, 2, 3 പേർക്ക് ചേർന്ന് കാണിക്കാൻ സാധിച്ചാലും നമുക്ക് വായ്പ എടുക്കാൻ സഹായകരമാണ്. എന്നാൽ കമ്പനി ആക്ട് സെക്ഷൻ 6 പ്രകാരമുള്ള ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കണം ഇത്തരം ജോയിന്റ് ബോറോവേഴ്സ് എന്നതാണ് പ്രധാനം. ഇനി വരുമാനത്തോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മൾ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള വായ്പകൾ കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ടോ എന്നത്. ഇത് സംബന്ധമായ വിവരങ്ങൾ ബാങ്കിന് ലഭിക്കുന്നത് സിബിൽ റിപ്പോർട്ടിലൂടെയാണ്. സിബിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വസ്തുത സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി പൊതുവെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. പ്രൈമറി സെക്യൂരിറ്റി എന്നും കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നും. ബാങ്കിൻ്റെ കാശ് ഉപയോഗിച്ച് നമ്മൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതെന്തോ അതാണ് പ്രൈമറി സെക്യൂരിറ്റി. ഉദാഹരണമായി ഒരു കാർ ലോണിൽ കാർ തന്നെയാണ് പ്രൈമറി സെക്യൂരിറ്റി. ഇവിടെ RC ബുക്കിൽ ബാങ്കിൻ്റെ പേര് വരുന്നതും ഇൻഷുറൻസ് പോളിസിയിൽ ഹൈപ്പോത്തിക്കേറ്റ് ടു ബാങ്ക് എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്നാൽ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന വീട് വയ്ക്കുന്ന വസ്തുവാണ് പ്രൈമറി സെക്യൂരിറ്റി. ഇവിടെ പ്രധാനമായും നോക്കേണ്ടത് വസ്തു സംബന്ധമായ രേഖകൾ കൃത്യമാണോ എന്നതാണ്. മുൻ പ്രമാണങ്ങളും അതിൻ്റെ ചെയിനും വസ്തു വാങ്ങുന്ന അവസരത്തിൽ തന്നെ ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കുന്നത് വളരെ സഹായകരമാകും. വസ്തു വാങ്ങുമ്പോൾ നമുക്ക് അറിയാവുന്ന വസ്തുതകളുടെയും വിശ്വാസ്യതയുടെയും പേരിൽ നടക്കുന്ന പ്രമാണങ്ങളാണ് ലോൺ ആവശ്യങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. ഉദാഹരണമായി അയൽപക്കത്തെ മരണപ്പെട്ടു പോയ ആളുടെ വസ്തു അയാൾ മരണപ്പെട്ടു എന്നും അയാളുടെ മക്കൾ ഇവരാണെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ മക്കളുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിക്കുന്നു. എന്നാൽ ബാങ്ക് ലോണിനായി ചെല്ലുമ്പോൾ മരണപ്പെട്ട ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അവകാശ സർട്ടിഫിക്കറ്റും ഒക്കെ ആവശ്യമായി വരുന്നു. ഈ അവസരത്തിൽ പഴയകാല രേഖകൾക്കായി നെട്ടോട്ടമോടേണ്ടി വരുന്നു. ഇനി ബാങ്ക് ലോണിനായി അത്യാവശ്യം വേണ്ട മറ്റൊന്നാണ് മാർജിൻ. ഡൗൺ പേയ്മെൻറ്റ് എന്ന പേരിൽ നമുക്ക് സുപരിചിതമായ ഒന്നാണിത്. 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ നമ്മുടെ കയ്യിലുള്ള 1-2 ലക്ഷം രൂപ കൊടുത്ത ശേഷം ബാക്കി തുക ലോൺ എടുക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള തുകയാണ് മാർജിൻ എന്ന് പറയുന്നത്. 5 മുതൽ 25% വരെ പല ലോണുകൾക്കും മാർജിൻ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോൺ എടുക്കുന്ന തുകയല്ലാതെ നമ്മുടെ കയ്യിൽ ആകെ ചിലവിൻ്റെ ഒരു പങ്കുണ്ടാകണം എന്നു സാരം. ഇനി വിദ്യാഭ്യാസ വായ്പകൾ പൊതുവെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ്.
ശരാശരി നല്ല മാർക്കുള്ള അംഗീകൃതമായ കോഴ്സിന് മെറിറ്റിൽ പൊതുപ്രവേശന പരീക്ഷയിലൂടെ പ്രവേശനം ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പൊതുവെ വിദ്യാഭ്യാസ വായ്പ ലഭിക്കാൻ എളുപ്പമാണ്. ഇനി ഏറ്റവും അധികം ബാങ്കുകൾ നിരസിക്കുന്നതും ഏറ്റവും അധികം ആളുകൾ നിരാശരാകുന്നതും ബിസിനസ് ലോണിനായി ബാങ്കിനെ സമീപിക്കുമ്പോഴാണ്. ഇവിടെ പ്രധാനമായും അറിയേണ്ടത്, നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ തന്നെ നമ്മുടെ ബിസിനസ് എന്താണെന്നും അതിൻ്റെ ലാഭനഷ്ട സാധ്യതകൾ എന്താണെന്നും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നതാണ്. അമിതമായ ആത്മവിശ്വാസത്താൽ ബിസിനസ് പ്രോജക്റ്റുമായി ബാങ്കിനെ സമീപിക്കുന്ന ഒരാൾ അതിൻ്റെ ലാഭത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും മാത്രം ചിന്തിക്കുമ്പോൾ അതിനായി പണം മുടക്കുന്ന ആൾ, അതായത് ബാങ്ക്, അതിൻ്റെ നഷ്ട സാധ്യതകളെക്കുറിച്ചും നഷ്ടം സംഭവിച്ചാൽ പണം ഈടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായും ചിന്തിക്കുക എന്ന് പലരും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. മാത്രമല്ല, സർക്കാർ സ്കീമുകൾ പ്രഖ്യാപിക്കുമ്പോൾ അത്തരം സ്കീമുകളിൽ നിന്നും വായ്പ ലഭിച്ചാൽ ചെയ്യാവുന്ന ബിസിനസ്സുകളെ കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. ഇത്തരക്കാർ ബാങ്കിനെ സമീപിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുക എത്ര രൂപ വരെ വായ്പ ലഭിക്കും എന്നാണ്. അതിനനുസൃതമായ ബിസിനസ് തയ്യാറാക്കുക എന്നതാണ് ലക്ഷ്യം. അപ്രിയമാണെങ്കിലും ഇത്തരത്തിൽ തുടങ്ങുന്ന പല ബിസിനസ്സും പരാജയപ്പെടുകയും ബാങ്കിന് തിരിച്ചടവ് കിട്ടാക്കടമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. ബിസിനസ് പ്രോജക്റ്റുമായി നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ പറയുന്ന നിറം ചാലിച്ച കണക്കുകൾക്കപ്പുറം തകർന്നടിഞ്ഞ പല പ്രസ്ഥാനങ്ങളും മനസ്സിൽ പേറിയാകാം അവർ നിങ്ങളുടെ പ്രോജക്റ്റ് നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വായ്പ എന്ന അവകാശം എന്നതിലുപരി നിങ്ങളുടെ ബിസിനസ്സിൽ ബാങ്ക് ഒരു പാർട്ട്ണറാണ് എന്ന ഗൗരവത്തോടെ വേണം ബാങ്കിനെ സമീപിക്കാൻ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. പലരും എന്നാൽ ഇതൊക്കെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. സ്വന്തമായി ബിസിനസ് നടത്തുന്ന പലരും നിർബന്ധമുള്ളതോ ഇല്ലാത്തതോ ആയ നിയമ നടപടികളോ ലൈസൻസ് നടപടിക്രമങ്ങളോ കൃത്യതയോടെ നോക്കാറില്ല. കുറഞ്ഞപക്ഷം ബിസിനസ് നടത്തുന്ന സ്ഥലത്തിൻ്റെ വാടക ചീട്ട് പോലും നിയമം അനുശാസിക്കുന്ന രീതിയിൽ തയ്യാറാക്കാറില്ല. കാലാകാലങ്ങളായി നടന്നു പോകുന്ന ബിസിനസ്സിന് ഇതൊരു തടസ്സമാകാറില്ലെങ്കിലും ബാങ്ക് ലോണിനായി പോകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള നിയമസാധുതകൾ ബാങ്ക് കണക്കിലെടുക്കുന്നു എന്നതാണ് വസ്തുത. വർഷങ്ങളായി കച്ചവടം നടത്തുന്ന പലർക്കും കറണ്ട് അക്കൗണ്ട് പോലും ഉണ്ടാകാറില്ലെങ്കിലും വളരെ സക്സസ്ഫുൾ ആയ കച്ചവടക്കാരായിരിക്കാം അവർ. എന്നാൽ ഫിനാൻഷ്യൽ പേപ്പറിൻ്റെ അഭാവം അവരെ പലപ്പോഴും കുഴപ്പത്തിലാക്കാറുണ്ട്. കാരണം കണ്ണിൽ കാണുന്നതിനും കേട്ടറിവിനും അപ്പുറം വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾക്ക് രേഖകൾ തന്നെ വേണം എന്നതാണ്. പലപ്പോഴും ചിട്ടയും അച്ചടക്കവും നിലനിർത്തി മുന്നോട്ട് പോകുക എന്നതിനാലാണ് ബാങ്കുകൾ ഇത്തരം രേഖകൾ നിഷ്കർഷിക്കുന്നത്. ലോൺ എന്ന ചിന്ത മനസ്സിൽ വരുന്നതും കാത്തിരിക്കാതെ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ കാലേ കൂട്ടി കൈക്കൊണ്ട ലോൺ ലഭിക്കുക എന്നത് ഒരിക്കലും ഒരു ബാലികേറാൻ മലയാകില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഡെയിലി ലൈഫിലൂടെ.